മുതിർന്ന മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ എസ് ജയചന്ദ്രൻ നായർ അന്തരിച്ചു എന്ന വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. 85 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ബംഗളൂരുവിൽ മകന്റെ വസതിയിലായിരുന്നു അന്ത്യം. ദീർഘകാലം കലാകൗമുദി, സമകാലിക മലയാളം വാരികകളുടെ പത്രാധിപരായിരുന്നു. ആർ ശ്രീജിത്തുണ്ട് വിവരങ്ങൾ നൽകാൻ. ശ്രീജിത്ത്, നമ്മുടെ എല്ലാം മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന പേരാണ് ജയേന്ദ്രൻ നായർ സാറിൻ്റേത്. അദ്ദേഹത്തിൻ്റെ നിര്യാണ വാർത്തയാണല്ലോ പുറത്തു വരുന്നത്. ഗോപികൃഷ്ണൻ മലയാള മാധ്യമ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട മാഗസിൻ എഡിറ്റർ എന്ന നിലയിൽ പ്രശസ്തി ആർജിച്ച ഒരു മാധ്യമപ്രവർത്തകനാണ് എസ് ജയചന്ദ്രൻ നായർ. അദ്ദേഹത്തിൻ്റെ നിര്യാണമാണ് ഒരു മണിക്കൂർ മുമ്പ് ബംഗളൂരുവിൽ സംഭവിച്ചത്. അദ്ദേഹം ബംഗളൂരുവിൽ മകളോടൊപ്പമായിരുന്നു ദീർഘകാലമായ താമസം. 2013 അദ്ദേഹം സജീവ മാധ്യമപ്രവർത്തനം അവസാനിപ്പിച്ച് മകൾക്കൊപ്പം വിശ്രമജീവിതം നയിക്കുകയായിരുന്നു. ആ ഘട്ടത്തിലും അദ്ദേഹം നിരവധി പുസ്തകങ്ങളും ലേഖനങ്ങളും എഴുതി. ഒരു മണിക്കൂർ മുമ്പാണ് അദ്ദേഹത്തിന് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് നിര്യാണം സംഭവിച്ചത്. ഇന്ന് രാത്രി തന്നെ ബംഗളൂരുവിൽ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര നടക്കുമെന്നാണ് ബന്ധുക്കളിൽ നിന്നും അടുത്ത സുഹൃത്തുക്കളിൽ നിന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞത്. മലയാള പത്രപ്രവർത്തനത്തിന്, പ്രത്യേകിച്ചും ഈ വാരികളുടെ പത്രപ്രവർത്തനത്തിന് MD വാസുദേവൻ നായർക്കൊപ്പം തന്നെ ഒരു പുതിയ ദിശാബോധം നൽകിയ എഡിറ്ററായിരുന്നു ജയചന്ദ്രൻ നായർ. അദ്ദേഹത്തിൻ്റെ സംഭാവന മാധ്യമപ്രവർത്തനത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. വളരെ പ്രശസ്തി ആർജിച്ച ഷാജീൻ കരുണിൻ്റെ 2 പ്രധാന സിനിമകളുടെ കഥാകൃത്തും അദ്ദേഹമായിരുന്നു. പിറവി, അതായത് പ്രേംജിക്ക് ഭരത് അവാർഡ് കിട്ടിയ ഈ പിറവി എന്ന ചിത്രത്തിൻ്റെ കഥ എഴുതിയത് ജയചന്ദ്രൻ നായർ സാറായിരുന്നു. ഒപ്പം തന്നെ ആ ചിത്രത്തിൻ്റെ നിർമ്മാണവും അദ്ദേഹമാണ് നിർവഹിച്ചത്. ഷാജീൻ കരുണിൻ്റെ മറ്റൊരു ചിത്രമായ, അതും ലോക ശ്രദ്ധ നേടിയ ചിത്രങ്ങളിൽ ഒന്നാണ് സ്വം. ആ ചിത്രത്തിൻ്റെയും കഥ ജയചന്ദ്രൻ സാറിൻ്റെ ആയിരുന്നു. അദ്ദേഹം റോസാദലങ്ങളും കുപ്പിച്ചില്ലുകളും പോലുള്ള പ്രശസ്തമായ പുസ്തകങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത്തരത്തിൽ മലയാള സാമൂഹിക സാഹിത്യ രംഗത്ത് വലിയ സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിത്വമാണ് ഇപ്പോൾ നമ്മളെ വിട്ടുപോയിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വളരെ എക്കാലവും ഓർമ്മിക്കപ്പെടുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. തിരുവനന്തപുരത്ത് ശ്രീവരാഹത്താണ് അദ്ദേഹത്തിൻ്റെ ജനനം. തിരുവനന്തപുരം നഗരത്തിൽ പഠിച്ചു വളർന്ന ഒരാളാണ് അദ്ദേഹം. കൗമുദി K ബാലകൃഷ്ണൻ്റെ ശിഷ്യനായിട്ടാണ് മാധ്യമപ്രവർത്തനത്തിലേക്ക് കടക്കുന്നത്. കലാകൗമുദി വാരികയുടെ പത്രാധിപരായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ സജീവമായ ഒരു മാധ്യമപ്രവർത്തനത്തിലേക്കുള്ള രംഗപ്രവേശം. അവിടെ വെച്ചാണ് ഈ ഇപ്പോൾ അന്തരിച്ച MDയുടെ 2ാം ഊഴമടക്കമുള്ള പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്, നോവലുകൾ പ്രസിദ്ധീകരിക്കുന്ന കലാകൗമുദിയിലാണ്. നമ്പൂതിരി എന്ന എഴുത്തുകാരൻ്റെ വരകളോടുകൂടിയുള്ള എഴുത്ത്, ആ നോവൽ വലിയ ശ്രദ്ധ ആകർഷിച്ചു. അപ്പോൾ നമ്പൂതിരി എന്ന ആർട്ടിസ്റ്റിൻ്റെ ഒരു പുതിയ തലം മലയാളി ഭാവുകത്തിന് സംഭാവന ചെയ്തതിലും ഒക്കെ തന്നെ ജയചന്ദ്രൻ നായർ സാറിന് വലിയ പങ്കുണ്ടായിരുന്നു. അത്തരത്തിൽ മഹനീയമായ ഒരു വ്യക്തിത്വമാണ് ഇപ്പോൾ നമ്മെ വിട്ടുപോയിരിക്കുന്നത്.